അതേസമയം നമുക്കറിയാവുന്ന പോലെ പാലാ സീറ്റ് അത് നിർണായകം തന്നെയാണ്. മാണി സി കാപ്പൻ കടുപ്പിച്ചു നിൽക്കുന്നു. സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നാണ് മാണി സി കാപ്പൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത്. തിരുവമ്പാടി സീറ്റ് വേണമെങ്കിൽ ജോസിന് കൊടുക്കട്ടെ എന്നാണ് മാണി സി കാപ്പന്റെ പ്രതികരണം. രമേശ് ചെന്നിത്തലയും മറ്റേ പ്രതിപക്ഷ നേതാവായിട്ടും എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്. ഞാൻ രണ്ടുപേരോടും പറഞ്ഞിരുന്നു, പാലാ വിട്ടുകൊടുത്തിട്ട് കേസില്ല. കുഞ്ഞാലിക്കുട്ടി സാറുമായിട്ട് എനിക്ക് അത്രയും ബന്ധമില്ല. പുള്ളിയെ വ്യക്തിപരമായി പോയി കണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല. പാലയുടെ കാര്യത്തിൽ പ്രശ്നവുമില്ല. പിന്നെ മുന്നണി വിപുലീകരിക്കുന്ന എനിക്ക് യാതൊരു എതിർപ്പുമില്ല. 100% സ്വാഗതം ചെയ്യും. ആ തിരുവമ്പാടി ഓഫർ പുള്ളിക്ക് കൊടുത്തൂടെ, ഈ ജോസ് കെ മാണിക്ക് കൊടുത്തൂടെ. അഖിൽ കെ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ, തിരുവമ്പാടി സീറ്റ് മാണി സി കാപ്പന് നൽകിക്കൊണ്ട് അനുനയിപ്പിക്കാം, അങ്ങനെ ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് നൽകാം എന്നൊരു ധാരണയിലേക്ക് എത്തുന്നു എന്നതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ആ തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത്. പക്ഷേ അത്തരം സമ്മർദ്ദങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ചർച്ചകൾക്കൊന്നും വഴങ്ങുന്നില്ല മാണി സി കാപ്പൻ എന്നാണ് ഈ ഘട്ടത്തിലും മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും ഇതിലൊരു അത്ഭുതമില്ല എന്നുള്ളത് തന്നെയാണ്. കാപ്പൻ ഈ ഒരു നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കാമെന്ന് നമുക്ക് ഏറെക്കുറെ വ്യക്തമായിരുന്നു. കാരണം പാലാ വിട്ട്, അതായത് നമുക്കറിയാം എൽ ഡി എഫിൽ നിന്ന് ആദ്യം കാപ്പൻ വിജയിച്ചു വരുന്ന, എൽ ഡി എഫിൽ നിന്നും അത്തരത്തിൽ യു ഡി എഫിലേക്ക് പോകുന്നതും വീണ്ടും മത്സരിക്കുന്നതിന്റെ കാരണം പോലും പാലാ സീറ്റ് ജോസ് കെ മുന്നിലേക്ക് വരുമ്പോൾ ജോസ് കെ മാണിക്ക് നൽകുന്നത് കൊണ്ടായിരുന്നു അത്തരത്തിൽ എൽ ഡി എഫിൽ നിന്നും പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. അത്തരത്തിലൊരു നീക്കം നടത്തിയ വ്യക്തി വീണ്ടും അതേ സമാനമായ ഒരു സാഹചര്യം വരുമ്പോൾ പാല വിട്ടുകൊടുത്തുകൊണ്ട് മറ്റേതെങ്കിലും ഒരു സീറ്റിലേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വിദൂരമായ സാധ്യതകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ആ നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ഇതിനു മുമ്പും സമാനമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടാണ് പാല വിട്ടൊരു കളിക്ക് താനില്ല എന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. പാലയിൽ താൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഇതെന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചോളം സമ്മർദ്ദമാണ്. കാരണം പാലാ സീറ്റ് വിട്ടുകൊണ്ട് മറ്റൊരു സമവായത്തിനോ അല്ലെങ്കിൽ അനുനയത്തിനോ എന്തായാലും ജോസ് കെ മാണിയും തയ്യാറാവില്ല എന്നുള്ളതും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മുന്നിലേക്ക് വരുമ്പോൾ പാല ഇല്ലെങ്കിൽ പിന്നീട് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ മുന്നണി മാറ്റത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും പോകുന്നത് തന്നെ വിദൂരമായിട്ടുള്ള കാര്യമായിരിക്കും. എന്തായാലും പാലായെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രണ്ടാളുകൾ, അതിലിപ്പോൾ എന്തായാലും കാപ്പൻ മുന്നിൽ ഉറച്ചു നിൽക്കുന്ന കാപ്പൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ കാപ്പനെ വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കാപ്പനെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് കാപ്പൻ മാറി നിൽക്കാത്ത അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടൊരു നടപടിയിലേക്ക് യു ഡി എഫും കടക്കാൻ സാധ്യതയില്ല. കാരണം യു ഡി എഫിനൊപ്പം നിന്നതാണ് ജോസ് കെ മാണി മുന്നണി വിട്ടുപോയ സമയത്ത് യു ഡി എഫിനൊപ്പം നിൽക്കുകയും യു ഡി എഫിന് തിളക്കമാർന്ന വിജയം നേടിക്കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് കാപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ വീണ്ടും ഒരു കളിയിലേക്ക് യു ഡി എഫ് കടക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പോൾ കാപ്പന്റെ നിലപാട് അതിൽ വലിയ അത്ഭുതങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കാപ്പൻ പാല വിട്ടുപോകില്ല, തന്റെ തട്ടകമാണ് എന്ന് ഇതിലും പലപ്പോഴും ആവർത്തിച്ചിട്ടാണ്, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ജോസ് കെ മാണി വിഭാഗം മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഉപാധികളില്ലാതെ മുന്നിലേക്ക് വരണം, പാല ഒഴിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മുന്നിലേക്ക് വരണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വീണ്ടും കുഞ്ഞാലിക്കുട്ടിയോടും ഇതിനിടനില നിന്നിട്ടുള്ള നേതാക്കളോടും ഒക്കെ തന്നെ കൃത്യമായി വ്യക്തമാക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചോളം കേരള കോൺഗ്രസ് എമ്മിനെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതകൾക്ക് ഒരു വലിയ തലവേദന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുക. വിനീത, ശരി, അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും എന്താണ് ഇനി യു ഡി എഫിൽ എൽ ഡി എഫിലൊക്കെ നടക്കുന്ന ചർച്ചകൾ? ജോസ് കെ മാണിയുടെ മനസ്സ് മാറുമോ? നിലവിൽ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ജോസ് കെ മാണി പറഞ്ഞത്.